എന്ത് ഇന്തദൂഹും ലാ യസ്മഊ ദുആക്കും വലൗ സമീഉ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. എന്ന് മുജാഹിദിൽ വിളിച്ചിട്ട് പറയാ, എന്ത് ഇന്തദൂഹും, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ അതേ ലാ യസ്മഊ ദുആക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല, ഇനി കേട്ടാൽ തന്നെ ഉത്തരം തരൂല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ പാരത്രിക ലോകത്ത് നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവിടെ വെച്ച് അല്ലാഹുവിന്റെ മുന്നിൽ അവരവർ നിഷേധിക്കുകയും ചെയ്യും എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയത്തോത ഇതുപോലെ സദസ്സിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ച് മുജാഹിദുകളിൽ ആ ശിർക്കിലേക്കെന്ന് പറഞ്ഞ് പരിപാടി നടത്തുമ്പോ എന്താണ് മുജാഹിദുകൾക്കുണ്ടായ ശിർക്ക് എന്ന് അത് പ്രചരിപ്പിച്ച് നിങ്ങൾക്കത് പറഞ്ഞു തരേണ്ട ബാധ്യതയുണ്ട്. അമാനി മൗലവി എഴുതുക, പിശാചിനെ പ്രത്യേകം സേവിച്ചില്ലെങ്കിൽ കൂടി ഗണിച്ചു പറയാനുള്ള സഹായം പിശാചിൽ നിന്ന് കിട്ടും. സേവിച്ചാലും കിട്ടും, സേവിച്ചില്ലെങ്കിലും കിട്ടും. മുശ്രിക്ക് ആര്? അമാനി മൗലവി. ഓതിക്കൊടുക്ക രണ്ടായത്ത്. നമ്മുടെ മദ്രസ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടിരുന്ന പുസ്തകമാണല്ലോ പാഠപുസ്തകം. ആ പാഠപുസ്തകത്തിൽ എന്താ ഉള്ളത്? പിശാചിന്റെ സേവയിലൂടെ നടത്തുന്ന ചില ഗൂഢപ്രവർത്തനങ്ങൾക്കാണ് സിഹ്ർ എന്ന് പറയുക. 4ാം ക്ലാസ്സിലേക്ക് KNMന്റെ പാഠപുസ്തകമാണ്. വളരെ ക്ലിയർ ആണ്. മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിനും അഭിപ്രായ വ്യത്യാസമില്ലാത്ത തഫ്സീറാണ് അമാനി മൗലവിയുടെ തഫ്സീർ. അമാനി മൗലവിയുടെ തഫ്സീറിന് പ്രത്യേകത കൂടിയുണ്ട്. മഹാനായ കെ എം മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ആ അമാനി മൗലവിയുടെ തഫ്സീറിന് അവതാരിക എഴുതിയിട്ടുള്ളത്. അമാനി മൗലവി ചുരുക്കി പറയാൻ, അതിലും ഭൂതം, ജിന്ന്, മലക്ക്, ദേവൻ, ദേവി, പിശാച്, മരണമടഞ്ഞവർ ആദിയായ ഏതിൽ നിന്നെങ്കിലുമുള്ള സഹായാർത്ഥനകളും ചില പ്രത്യേക തരത്തിലുള്ള കർമ്മങ്ങളും അടങ്ങിയിരിക്കും. അമാനി മൗലവി വ്യക്തമായി പറഞ്ഞു, സിഹിർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് പറയാ, എന്താണ് സിഹിറിന്റെ ഉള്ളടക്കം. ഇത് ആരോ വോയിസൊക്കെ തോന്നുന്നു, റഷീദ് എന്ന് പറയുന്ന ഒരാള്, നമ്മള് റഷീദ് എന്ന് പറഞ്ഞ ഒരു വോയിസ. ഇദ്ദേഹത്തെ സംഭവം എന്നറിയാം, അദ്ദേഹം മനസ്സിലാക്കിയെടുത്തുള്ള ഒരു ചെറിയ അബദ്ധം. അദ്ദേഹം മനസ്സിലാക്കിയതുപോലെയാണ് ആ സിഹിറെങ്കിൽ അതിൽ സംശയമില്ല, അത് ശിർക്ക്, അതിൽ വിശ്വസിച്ചാൽ അത് ശിർക്കും വിശ്വാസമാണ്. പക്ഷെ അങ്ങനെയല്ല, അത് ലോകത്താരും അത് അങ്ങനെ പറഞ്ഞിട്ടില്ല. കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ള പ്രവർത്തനം മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. അത് മാത്രമേ ഫലിക്കുള്ളൂല്ലോ, അല്ലാത്തത് ഫലിക്കൂലല്ലോ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സിഹിർ ഫലിക്കുമെന്നുള്ള വിശ്വാസം ഷിർക്കാണ്, പച്ച ഷിർക്കാണ്. അങ്ങനെ ഒരു സിഹിർ ലോകത്തൊരാൾക്കും ഫലിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല ലോകത്തൊരു മനുഷ്യനും ഫലിക്കൂല. അത് കേരള നദുവത്തുൽ മുജാഹിദീൻ വ്യക്തമായി സർക്കുലർ ഇറക്കിയിട്ടുണ്ടല്ലോ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സിഹിർ ഫലിക്കുമെന്നുള്ള വിശ്വാസം ഷിർക്കാണ്. ഖലാസ്. പിന്നെ അവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായില്ല. പിന്നെന്താണ് അവിടെ വരുന്നത്? അടുത്തത് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ളതും കാര്യകാരണ ബന്ധം നമുക്ക് അവ്യക്തമാകുന്നതുമായ രീതിയിൽ സിഹിർ ഫലിക്കും. അത് ഒരിക്കലും ശിർക്കല്ലല്ലോ, അതാരും ശിർക്കാന്ന് പറയില്ലല്ലോ. നമുക്കറിയില്ല എന്നേ ഉള്ളൂ അതിന്റെ കാര്യകാരണ ബന്ധം. പക്ഷെ അത് ചെയ്യുന്ന ആളുകൾക്കറിയാം, അതുപോലുള്ള ആളുകൾക്കറിയാം. നമുക്കറിയില്ല, പക്ഷെ നബിത്തങ്ങൾക്ക് അത് അറിയിച്ചു കൊടുത്തു. അള്ളാഹിന്റെ വഹി അനുസരിച്ച് അറിയിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് നബിത്തങ്ങൾക്ക് മാത്രം അത് ഫലിച്ചത്, വേറെ ആർക്കും അറിയില്ല. അവിടെയാണ് ഈ കാര്യകാരണ ബന്ധം നമുക്ക് അറിയാത്തത് കൊണ്ടാണ് അതിന് സിഹിർ എന്ന് പറയാം. അതുകൊണ്ട് സിഹിർ എന്ന് പറയാം. സിഹിറിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞ പോലെ മാജിക്കിന് സിഹിർ എന്ന് പറയും, വശ്യമായ സംസാരത്തിന് സിഹിർ എന്ന് പറയും, കാര്യങ്ങൾ മറച്ചു വെക്കുന്ന സിഹിറിന് ഹിപ്നോട്ടിസം, അതുപോലെ തന്നെ മാജിക്, ഇതിനെല്ലാം സിഹിർ എന്ന് പറയും. പക്ഷെ നമ്മളുടെ തർക്കത്തിലിരിക്കുന്ന സിഹിർ ഏതാണ്? അത് 2 രീതിയിലുള്ള സിഹിറുണ്ട്. ഒന്നെന്താണ്? കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ളതും കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായതും. വച്ചാൽ ഇവിടെ ഒരു വിഭാഗം പറഞ്ഞു, ജിന്നു പിശാചുക്കളോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ പൂജിച്ചുകൊണ്ടും ചെയ്യുന്ന ഒരു സിഹിറുണ്ട്. അതിനൊരിക്കലും പ്രതിഫലം കിട്ടൂല. എന്ന് വെച്ചാൽ ജിന്നു പിശാചുക്കളോട് പ്രാർത്ഥിച്ചാൽ അവർ ഉത്തരം നൽകി നമ്മളെ സഹായിക്കുകയില്ല. ഈ സാഹിർ പറയുന്ന പോലെ ഒരാളെ പോയി ശാരീരികമായി ഉപദ്രവിക്കില്ല. അങ്ങനെ ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണ്, പച്ച മുശ്രിക്കൻ വിശ്വാസമാണ്. അങ്ങനെ സിഹിറിൽ വിശ്വസിക്കുന്നവർ മുശ്രിക്കുകളാ. മക്കത്തെ മുശ്രിക്കുകൾ അതാണ്. മക്കത്തെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിറ എന്ന് പറഞ്ഞ അവരെന്താ? എന്തിന്റെ അടിസ്ഥാനത്തിൽ? അവർ ഒരു അസുഖം പിടിച്ച ആൾ എന്നുള്ള രീതിയല്ല. പിശാജ് അവന്റെ ബുദ്ധി മറിച്ചു, പൈശാചികത ബാധിച്ച ഒരു ഭ്രാന്തനാണെന്നാണ് അവർ പറഞ്ഞത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സാഹിർ എന്താണ്? ഈ സിഹിർ വലിക്കുക എന്ന് പറഞ്ഞാൽ പിശാജ് ഉപദ്രവിക്കുക എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അത് അള്ളാഹുവിന്റെ പ്രവാചകനെ പറ്റി ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. മുശ്രിക്കായി പോകും, ഖുർആൻ നിഷേധിയായി പോകും. അങ്ങനെയാണ് നബി തങ്ങൾക്ക് സിഹിർ വലിച്ചെന്ന് എവിടെയുള്ളത്? ബുഖാരിയില് മുസ്ലിമിലും അടക്കം ഒരു ഡസനോളം ഇമാംമാര് 1200 കൊല്ലം 1100 കൊല്ലം മുമ്പ് റിപ്പോർട്ട് ചെയ്ത് വെച്ച ഒന്നിൽ പോലും, ഒരൊറ്റ റിപ്പോർട്ടിൽ പോലും ഈ മർക്കസ് ദവ വിഭാഗം പറയുന്നത് പോലെയോ അതല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് പോലെയോ ലബീദ് എന്ന ജൂതൻ പിശാചിനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അതിന് ഉത്തരം നൽകിക്കൊണ്ട് പിശാജ് പോയി നബി തങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ചു,
അങ്ങനെയാണ് നബി തങ്ങൾക്ക് സിഹർ പിശാചാണ് ഫലിപ്പിച്ചതെന്ന് അള്ളാന്റെ ദുനിയാവിൽ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാലോ അവൻ മുശിരിക്കാണ്, ഷിർക്കാണ്, പച്ച ഷിർക്കാ, ഖുർആൻ നിഷേധിയാണ് അവൻ. അള്ളാഹു പറഞ്ഞതാണ് അങ്ങനെ സിഹർ വലിച്ചിട്ടില്ല. അപ്പൊ മക്കത്തെ മുശിരിക്കൽ നബി തങ്ങൾ സാഹിർ എന്ന് പറഞ്ഞത് അവരുടെ വിശ്വാസം എന്താണ്? പിശാജ് ഉപദ്രവിച്ച പിശാജാണ് അങ്ങനെ ഒരാൾക്ക് ഭ്രാന്തി വരുത്തുന്നതാണ്. അതാണ് പ്രശ്നം. അതാണ് അള്ളാഹു ഒരിക്കലും അങ്ങനെ നബി തങ്ങൾ സാഹിറല്ല. നബി തങ്ങൾക്ക് ഒരു അസുഖം, ലബീദ് ചെയ്ത എന്തോ ഒരു കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ള ഒരു പ്രവർത്തനം നടത്തി ലബീദ്, അത് ഫലിച്ചു എന്ന് മാത്രം. അത് നബി തങ്ങൾക്ക് അല്ല ആർക്കും ഫലിക്കും. അതിന്റെ കാര്യകാരണ ബന്ധം നമുക്കറിയാത്തത് കൊണ്ട് അതിന് സിഹർ എന്ന് പറയും. അതെന്താണ് കാര്യകാരണ ബന്ധം നമുക്കറിയില്ല. ചില വസ്തുക്കളിലാണ് ചെയ്തത്, എന്താണ് ചെയ്തത്, എങ്ങനെയാണ് ബന്ധപ്പെടുത്തിയത് നമുക്കറിയില്ല. അതുകൊണ്ടാണ് അതിന് സിഹർ എന്ന് പറയുന്നത്. ആ വെള്ളമൊക്കെ ഒന്ന് ചുവന്ന് കളർ പോയില്ലേ ആ വെള്ളം? അത് ആ വസ്തുക്കളിട്ട കിണറിലെ വെള്ളം ചുവന്നു പോയി അല്ലേ, കളർ മാറിപ്പോയി ആ വെള്ളം. അതുപോലെ തന്നെ അതിന്റെ തൊട്ടടുത്തുള്ള ഈന്തപ്പഴ മരങ്ങളൊക്കെ ഉണങ്ങിപ്പോയി. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടി അത് കുഴിച്ചു മൂടുകയും ചെയ്തു ആ വസ്തു. അത്രയും മാരകമായ വസ്തുവിലാണ് സിഹർ. എങ്ങനെ നമുക്കറിയില്ല. ആ വസ്തുക്കളിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു ഫലനം ഉണ്ടായി എന്ന് ചോദിച്ചാലോ ഷിർക്കാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എങ്കിൽ ആ വസ്തുക്കളുമായി ബന്ധപ്പെട്ട് നിമിത്തങ്ങളുമായി ബന്ധപ്പെട്ട് എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്, അത് നമുക്കറിയില്ല. അറിയാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷെ ലബീദിന് അറിയാം. ലബീദിന് അത് എന്താണെന്നറിയാം. പക്ഷെ അതോടുകൂടി ലബീദ് പിശാചിനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരിക്കാം. പിശാചിക്ക് അവരതെല്ലാം ചെയ്യും, പക്ഷെ അതിനൊന്നും ഉത്തരം കിട്ടില്ല. അമാനിമൗലി വിശദമായി അത് പറയുന്നുണ്ടല്ലോ. എല്ലാവരും ഇങ്ങനെ ദേവന്മാര്, ദേവിമാര്, മനുഷ്യവരെ, മറ്റുള്ളവരെ, ജിന്ന് പിശാചുക്കളെല്ലാം പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. അതോടുകൂടി ചില മരുന്നുകളോടെയും മറ്റുള്ള രീതിയിലുള്ള കൂട്ടിയിണക്കിക്കൊണ്ടുമുള്ള പ്രവർത്തനം. മിക്കവാറും ഒന്നിനും ഒരു യാഥാർത്ഥ്യവുമില്ല. ചിലതാകട്ടെ യാഥാർത്ഥ്യമുള്ളതുമാണ്. അതേതാണ്? കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ളതാണ്. അത് മാത്രമാണ് ഫലിക്കുക. അതേ നബി തങ്ങൾക്ക് ഫലിച്ചിട്ടുള്ളൂ. അതാർക്കും ഫലിക്കും. അത് ലബീദിനെ അറിയാം എന്താ പണി എന്നുള്ളത്. അതുകൊണ്ട് ലബീദിനെ ഏൽപ്പിച്ചത്. അത് എങ്ങനെയാണ് അത് നമുക്കറിയില്ല. ലബീദിനെ അറിയാം. അതുകൊണ്ട് അറിയാത്തതുകൊണ്ട്, കാര്യകാരണം എന്താ അറിയാത്തതുകൊണ്ട് സിഹർ എന്ന് പറയുന്നത്. അതുകൊണ്ട് സിഹറിനെ നിഷേധിക്കണമെന്നില്ല. ഇവിടെ ഇവരൊക്കെ ഈ മർക്കസ് വിഭാഗങ്ങൾ പറയുന്നത് എന്താണ്? നമ്മളെ വിസ്റ്റത്തിൽ ചില ആളുകളാണ്, ഫൈസൽ മൗലവി പേരുടെ ഒരാളാണ്. കാരണം എന്താണ്? ലബീദ് എന്ന് പറയുന്ന ജൂതൻ പിശാചിനെ പൂജിച്ചു, പ്രാർത്ഥിച്ചു, അതിന് ഉത്തരം കിട്ടി. ഇങ്ങോട്ട് പിശാചി പോയി നബി തങ്ങളെ ശാരീരികമായി മാനസികമായി ഉപദ്രവിച്ചു. അല്ലാഹ് കാക്കട്ടെ, പച്ച ഷിർക്ക്. അങ്ങനെ വിശ്വസിക്കുന്നവരും മുശ്രിക്കുകൾ. ഹദീസിന്റെ എവിടെയും അങ്ങനെയില്ല. ഒരു സ്ഥലത്തും അതില്ല. ഒരു സ്ഥലത്തും അതിന് ശരഴിയ ഒരു മനുഷ്യനും നബി തങ്ങളെ ഉപദ്രവിച്ചത് പിശാചാണ് എന്ന് ഒരിക്കലുമില്ല. അല്ലാതെ ലബീദ് പ്രാർത്ഥിച്ചും പൂജിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്നില്ലേ ഇല്ല. മനസ്സിലായി? പിന്നെ പിശാചുമായി ബന്ധപ്പെട്ട ബാബിൽ കൊടുത്ത് അത് ഒരിക്കലും അങ്ങനെയാണ് ഫലിച്ചതെന്നില്ല. അത് ഫലിക്കൂല. അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യബോധ്യമായ ജിന്ന് പിശാചുക്കളോട് നേടിയാൽ ഷിർക്കാണ്. അത് ഒരിക്കലും തന്നെ എന്ത് ചെയ്യില്ല, അതിന് പ്രതിഫലം കിട്ടൂല. പിന്നെന്താ നടന്നത്? ലബീദ് എന്ന് പറയുന്ന ജൂതൻ എന്തോ ഒരു പ്രവർത്തനം ചെയ്തു, പിശാചിനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അതിനൊന്നും കിട്ടൂല പ്രതിഫലം. പക്ഷെ അതോടുകൂടി അമാനി മൗലവി പറഞ്ഞ പോലെ കാര്യകാരണ ബന്ധത്തിനുള്ളിലുള്ള ചില പ്രവർത്തനങ്ങളും ചെയ്തു. അതിനല്ല ഇവിടെ വെച്ചിട്ടുള്ള ഒരു പ്രതിഫലനമുണ്ട് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ള. അത് മാത്രമാണ് നബി തങ്ങൾക്ക് ഫലിച്ചത്. അതുകൊണ്ടാണ് ലോകത്താരും ഇത് ഷിർക്കാണെന്ന് പറയാഞ്ഞത്. 1100 കൊല്ലം കണ്ടിട്ടാരും ആ ഹദീസിന്റെ മത്തിൽ ഷിർക്കുണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഹദീസിന്റെ ഗോൾഫുകളെ പറ്റി പണ്ഡിതന്മാരൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇല്ലേ? പലവരും പല രീതിയിൽ ആ ചർച്ച കൊണ്ടുപോയിട്ടുണ്ട് അത് ഉസൂലുൽ ഹദീസ് വെച്ചിട്ട്. പക്ഷെ ഒരാളും അതിന്റെ ലഫ്ദിലും ഷിർക്കിലും മത്തിലും ഷിർക്ക് കണ്ടിട്ടില്ല. കാരണം ഷിർക്കില്ല. ഷിർക്കായ ഒരു കാര്യം 4ാം ക്ലാസ് 3ാം ക്ലാസ്സിലും കുട്ടികൾക്ക് പഠിക്കാവുന്ന അറിയുന്ന ഒരു കാര്യമാണത്. അത് ബുഖാരിക്കും മുസ്ലിമിനും ആയിരക്കണക്കിന് കൊല്ലങ്ങളിൽ ജീവിച്ച് മരിച്ചു പോയ ഒരു ഇമാമിനും മനസ്സിലായില്ല. പിന്നെ മർക്കസ് ദേവക്കാർക്ക് മാത്രമേ മനസ്സിലായുള്ളൂ അത് ഇങ്ങനെയാണെന്ന്. അത് പറ്റില്ലല്ലോ. ഈ പണ്ഡിതന്മാരുടെ ഇമാമാരുടെ കിതാബിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഖുർആനും സുന്നത്തിനും അനുസരിച്ചാണ് വ്യാഖ്യാനിക്കേണ്ടത്. അതിനെതിരായിട്ട് വ്യാഖ്യാനിക്കാൻ പാടില്ല. ഒരു റിപ്പോർട്ടും ഒരു ഹദീസും ഒന്നും പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള ആദർശത്തിനെതിരായി ഒരിക്കലും ഒരു ഹദീസ് വരില്ല. അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാനും പാടില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഖുർആൻ അനുസരിച്ച് വ്യാഖ്യാനിക്കണം. ഇസ്ലാമിനെ എതിരാകാത്ത രീതിയിൽ വ്യാഖ്യാനിക്കണം. അതാണ് ലോകത്ത് മുഴുവനും ഈ ഹദീസിനെ പറ്റി പറഞ്ഞ. അല്ലാതെ മർക്കസ് ദേവ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ വിസ്തംകാർ പറയുന്ന പോലെ പറഞ്ഞിട്ടില്ല. രണ്ടും തെറ്റാണ്. മർക്കസുകാർ പറയുന്നത് പോലെയും തെറ്റാണ്. അങ്ങനെ ഒരിക്കലും പിശാച് ഉപദ്രവിച്ചിട്ടാണ് നബി തങ്ങൾക്ക് പിശാചാണ് ഉപദ്രവിച്ചതെന്നില്ല. അത് അങ്ങനെയാണ് പറയുന്ന ഫൈസൽ മൗലവി അടക്കമുള്ള ചില വിസ്തം വിഭാഗം പറയുന്നുണ്ട്. എന്ത് ലബീദ് പ്രാർത്ഥിച്ച് പൂജിച്ചപ്പോൾ നബീദിന് വേണ്ടി ഉത്തരം ചെയ്ത് പിശാച് പോയി നബി തങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ചു, അങ്ങനെയാണ് നബി തങ്ങൾക്ക് സീർ വലിച്ചു എന്ന് പച്ച ശിർക്ക് പ്രചരിപ്പിക്കുന്ന വിസ്തംകാരുമുണ്ട്. KNM അങ്ങനത്തെ ആളുകളില്ലട്ടോ. അങ്ങനെ ആരെങ്കിലും അവർ KNM ചവിട്ടി പുറത്താക്കും. അങ്ങനെ ഒരിക്കലും നബി തങ്ങളെ പിശാച് ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവമില്ല. ഒരു ഹദീസിന്റെ എവിടെയില്ല. അതുകൊണ്ട് അതുകൂടി മനസ്സിലാക്കുക, സത്യം മനസ്സിലാക്കുക നമ്മൾ. അല്ലാതെ വെറുതെ നിഷേധിക്കാനും പോകണ്ട, തെറ്റായ രീതിയിലേക്കും പോകണ്ട. ഒരു KNM എന്ന് പറഞ്ഞ ഒരാളെ വോയിസ് കണ്ടു. ഞാൻ മനസ്സിലാക്കുന്നത് അവൻ KNM കാരണം ഒരു KNM മദ്രസയിലെ ഒരു 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചാൽ പറയും, എന്താണ് മാനെ ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന സിഹറിനെ പറ്റി? അപ്പൊ എന്താ സിഹർ എന്താ പറയണത്? പിശാചി സേവയിലൂടെ നടത്തുന്ന ചില ഗൂഢപ്രവർത്തനങ്ങൾക്കാണ് സിഹർ എന്ന് പറയണതാണ് KNM മദ്രസ പഠിപ്പിക്കുന്നത്.
അപ്പൊ സിഹിറിൽ പിശാചുണ്ട് എന്ന് പറഞ്ഞാൽ ശിർക്കാണ്, മുശ്രിക്കൻ വിശ്വാസമാണെന്നാണ് നമ്മളെ ആര് പറയണത്? റഷീദ് പറയണത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇനി KNMന്റെ ഔദ്യോഗിക സംഘടന പണ്ഡിത സഭയാണ് KJU. KJU സമസ്തക്കാരുമായിട്ടൊരു സംവാദത്തിന് പറഞ്ഞയച്ചു, ഹനീഫ കായക്കൊടിയും കൂട്ടരെയും നൗഷാദ് അഹ്സനിയുമായിട്ട്. അതിലെന്താ പറഞ്ഞത്? വ്യക്തമായിട്ട് നൗഷാദിന്റെ ചോദ്യത്തിന് മറുപടി ആയിട്ട് പറഞ്ഞ എന്താണ്? സാഹിർ ജിന്നിനോട് സഹായം തേടുന്നു, പിശാചിനോട് സഹായം തേടുന്നു, അതുവഴി ആ പിശാജി സാഹിറിന് ചില ഉപദ്രവങ്ങൾ ചെയ്തു കൊടുക്കും എന്ന വിശ്വാസം ശിർക്കല്ല. റഷീദ് എന്താ പറയുന്നത്? ശിർക്കാണ്. അപ്പൊ ഇവനെങ്ങനെ കേന്ദ്രമാനാവും? ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു, അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു, അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. ഇനി ഒരു പണ്ഡിതന്റെ ഒരു മറുപടി, ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ഈ വിഷയത്തിൽ കൊടുത്തൊരു മറുപടി, സിഹറും ഹദീസും. പ്രവാചകൻ സിഹർ ബാധിച്ചയാളുള്ള ഹദീസ് ബുഖാരിയിൽ കാണാൻ കഴിഞ്ഞു. എന്നാൽ ഇത് തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുന്ന ചില പ്രസംഗങ്ങളും കേൾക്കാനിടയായി. ഇതിന്റെ വസ്തുത എന്താണ്? വിശദീകരിക്കാമോ? സിഹറിനെ സംബന്ധിച്ച് ഹദീസിൽ മാത്രമല്ല വിശുദ്ധ ഖുർആനിലും പരാമർശമുണ്ട്. 2066 സൂക്തത്തിൽ ഇപ്രകാരം കാണാം: അപ്പോഴതാ അവരുടെ സിഹർ നിമിത്തം അവരുടെ കയറുകളും വടികളുമെല്ലാം ഓടുകയാണെന്ന് അദ്ദേഹത്തിന് മൂസാ നബിക്ക് തോന്നുന്നു. ഫിർഔൻ വിളിച്ചു വരുത്തിയ സാഹിറുകൾ അഥവാ സിഹർ ചെയ്യുന്നവർ, സാഹിറുകൾ അഥവാ മായാജാല വിദഗ്ധർ ചെയ്ത സിഹർ മൂസാ നബി അലൈഹിസ്സലാം ഉൾപ്പെടെ അവിടെ സന്നിഹിതരായ എല്ലാവരുടെയും കണ്ണുകളെ ബാധിച്ചതുകൊണ്ടാണ് അവർക്ക് മിഥ്യാദർശനം അനുഭവപ്പെട്ടത്. ഈ സിഹർ അഥവാ ജാലവിദ്യ സാർവത്രികമായതുകൊണ്ട് അത് ഒരു പ്രവാചകന്റെ കണ്ണിനെ ബാധിക്കുമോ എന്ന സംശയം അധികമാരും ഉന്നയിക്കാറില്ല. അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കോട്ട് ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് സിഹർ സമർത്ഥിക്കുകയാണ്. സിഹറുണ്ട്, സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഹദീസ് സഹീഹാണ്, കുറ്റമറ്റ പരമ്പരയുടെ വന്ന ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ് എന്നൊക്കെ മുജാഹിദ് പ്രസ്ഥാനം വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഇനി പരിശുദ്ധ ഖുർആനിൽ ഈ വിഷയം സംബന്ധിച്ച് സൂറത്ത് അൽ ബഖറ 102 ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഉത്തരവ് കൂടാതെ ഒരാൾക്കും അവർ ഉപദ്രവം വരുത്തുന്നവരല്ല. ഇന്ന കാര്യം പ്രവർത്തിച്ചാൽ ഇന്ന ഫലമുണ്ടാകുമെന്ന് അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഫലങ്ങളാകട്ടെ നല്ലതും ചീത്തയുമാവാം, ഉപകാരവും ഉപദ്രവവുമാവാം. അതുകൊണ്ടാണ് ചീത്തയും ഉപദ്രവകരമായ കാര്യങ്ങൾ ചെയ്യരുതെന്ന് അവൻ വിരോധിക്കുന്നതും. ഉദാഹരണമായി, വാളെടുത്തു മനുഷ്യന്റെ കഴുത്തിൽ വെട്ടിയാൽ മരണത്തിന് ഇടയാകുമെന്നുള്ളത് അള്ളാഹുവിന്റെ നിശ്ചയങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് വിരോധിക്കപ്പെട്ടിരിക്കുന്നതും. അതേ സമയത്ത് അള്ളാഹുവിന്റെ ഉദ്ദേശവും ഉത്തരവും കൂടാതെ ഒരു കാര്യവും സംഭവിക്കുന്നതുമല്ല. ഓരോന്നിനും കാരണങ്ങൾ നിശ്ചയിച്ചതും ആ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതാത് കാര്യങ്ങൾ സംഭവിക്കുന്നതും അവന്റെ ഉദ്ദേശവും ഉത്തരവും അനുസരിച്ചു തന്നെ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉദ്ദേശവും ഉത്തരവും കൂടാതെ സിഹർ ചെയ്യുന്നവന്റെയോ സ്വന്തം കഴിവ് കൊണ്ടല്ല, സിഹറിനെ ഒരു ഉപദ്രവകരമാക്കി അള്ളാഹു നിശ്ചയിച്ചതുകൊണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അതുമൂലം ഭിന്നിപ്പുണ്ടാകുന്നത് എന്ന് സാരം. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ് സിഹറിനെ സംബന്ധിച്ച് ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സമാനി മൗലവിയും കൃത്യമായിട്ട്
രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമാനി മൗലവി പറഞ്ഞ കാര്യം ഒന്നുകൂടി വായിച്ചുതരാം. ജിന്ന് അഥവാ ഭൂതവർഗമാകട്ടെ മനുഷ്യരെക്കാൾ രൂക്ഷവും ഗതാഗത വേഗതയുള്ളതുമാണ്. അങ്ങനെ സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിന് കഴിയുന്നു. നിങ്ങൾ അങ്ങോട്ട് കാണാത്ത വിധത്തിൽ അവർ നിങ്ങളെ കാണുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആറാഫിൽ പറയുന്നുണ്ട്. രക്തസഞ്ചാരമുള്ളയിടത്തെല്ലാം പിശാച് സഞ്ചരിക്കുമെന്ന് ഒരു നബിവാക്യത്തിൽ നാം കണ്ടു കഴിഞ്ഞുവല്ലോ. മനുഷ്യനെ വഴി പിഴപ്പിക്കാൻ നാനാവിധത്തിൽ പിശാച് ശ്രമിക്കുമെന്നും ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ആകയാൽ ഏതെങ്കിലും ഒരു പിശാചിനെ പ്രത്യേകം സേവിച്ചില്ലെങ്കിൽ കൂടി മറഞ്ഞ കാര്യം ഗണിച്ചും പ്രശ്നം നോക്കിയും പറയുന്ന കാര്യത്തിൽ പൈശാചിക സഹായം കിട്ടും. തന്മൂലം മറ്റുള്ളവർക്കറിയാൻ പ്രയാസമുള്ള പല അറിവും ഇത്തരം ജോലിയിൽ ഏർപ്പെട്ടവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇതിൽ യാതൊരു സാങ്കത്യവും ഇല്ല. പിശാചിനെ പ്രത്യേകം പൂജയും മറ്റും കർമ്മങ്ങളും നടത്തി സേവിക്കുന്നവർക്ക് അവന്റെ സേവ ലഭിക്കുന്നതിലും അസാങ്കത്യമില്ല. എന്നാൽ ഇത്തരക്കാർ പറയുന്നത് തെറ്റോ ശരിയോ എന്നതല്ല പ്രശ്നം. അവരുടെ അടുക്കൽ പോകാമോ, അവർ പറയുന്നത് വിശ്വസിക്കാമോ, അവരെ കൊണ്ട് വല്ലതും ചെയ്യിപ്പിക്കാമോ എന്നതാണ്. ഇതെല്ലാം ഇസ്ലാം കർശനമായി വിരോധിച്ചിരിക്കുന്നു. നിഷിദ്ധമായ വസ്തുക്കൾ ഉപയോഗിച്ച് ചികിത്സിക്കുന്നത് വിരോധിച്ചതുപോലെ തന്നെ. അതുകൊണ്ട് സുഖം കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നല്ല നോക്കേണ്ടത്. ഇസ്ലാമിക ശരീഅത്ത് അത് വിരോധിച്ചിട്ടുണ്ടോ അതോ അനുവദിച്ചിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഇതാണ് പിശാചിനെ സംബന്ധിച്ചും സിഹറിനെ സംബന്ധിച്ചൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. റഷീദിന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ ഓന് അക്കലാനിയാണ്. ഓന്റെ ബുദ്ധിയാണ് ഓന് പ്രമാണം, അല്ല പ്രമാണമല്ല പരിശുദ്ധ ഖുർആനോ ഹദീസോ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ എന്ത് പറഞ്ഞു എന്നുള്ളതൊന്നും അവന് പ്രമാണമല്ല. അവന് 4ാം ക്ലാസ് വരെ പോകാത്ത വെറും യുക്തിവാദിയാണ്. യുക്തിവാദി അങ്ങനെ പറയാം, മതയുക്തിവാദി. അല്ലാതെ അവനൊന്നും മുജാഹിദ എന്ന് പറഞ്ഞാലും നടക്കില്ല. അവനൊന്നും മുജാഹിദല്ല. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.